ചക്കക്കുരു കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഹൽവ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 30ഓളം ചക്കക്കുരു 4 വിസിലിന് വേവിച്ചെടുത്തതാണ് ഇത്. മധുരത്തിന് വേണ്ടി 4 അച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 ഏലക്ക തൊലി കളഞ്ഞതും ഉരുക്കി വെച്ച ശർക്കര പാനിയും ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്തതാണിത്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പും ബദാമും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ചക്കക്കുരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ കുറുക്കിയെടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ബദാമും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു ഹൽവ ഇവിടെ റെഡിയായി. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് നല്ല പോലെ തണുത്തിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കക്കുരു ഹൽവയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ.